മടി കാരണം പഠിച്ചു തുടങ്ങാൻ ബുദ്ധിമുട്ടുന്നവര്, PSC ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികളെ, നിങ്ങൾക്കായിട്ടൊരു ചലഞ്ച് തരാം. 10 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉൾപ്പെടെ 30 ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷം വെറും 5 മിനിറ്റ് ടൈം തരും. ഈ 5 മിനിറ്റ് ടൈം കൊണ്ട് ഈ 30 ചോദ്യങ്ങൾ നിങ്ങൾ ശരിയാക്കണം. ഇതാണ് നിങ്ങൾക്കുള്ള ചലഞ്ച്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രിയുടെ സൂപ്പർ സൺഡേ ചലഞ്ചിന്റെ 2025 ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 10 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ, പല വിഷയങ്ങളുണ്ട്, ഹിസ്റ്ററി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സയൻസ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ 2025 PSC ചോദിച്ച 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ 2025 10 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം എൻട്രി ആപ്പിൽ എക്സാം ഉണ്ട്. വെറും 5 ടൈമേ ഉള്ളൂ. എക്സാമിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് പോവാം. നമ്മൾ ആദ്യം ചരിത്രത്തിലേക്കാണ് പോകുന്നത്. മഹാത്മാഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് നിസ്സഹകരണ സമരം. നമുക്കറിയാം 1920 സ്റ്റാർട്ട് ചെയ്ത 1922 ചൗരി ചൗര സംഭവത്തോടുകൂടി അവസാനിപ്പിച്ച നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നമ്മുടെ പാഠപുസ്തകത്തിൽ ഇങ്ങനെ ഒരു കോളം തന്നിട്ടുണ്ട്, ഇങ്ങനെ കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം? നിസ്സഹകരണ സമരം നമുക്കറിയാം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അഥവാ നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ട് കുറെ ബോയ്ക്കോട്ടുകളും അതേപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ ബോയ്ക്കോട്ടിൽ നിസ്സഹകരണ സമരത്തിന്റെ പ്രധാന സവിശേഷതകളിൽ വരുന്ന കുറെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളാണ്. ഒന്ന്, വക്കീലന്മാര് കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. അപ്പം ബഹിഷ്കരണ പരിപാടികളിൽ വരുന്ന കാര്യങ്ങളാണ് വക്കീലന്മാർ കോടതി ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ എന്ത് ചെയ്യുക, കിട്ടിയവര് തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. ഇതൊക്കെ നിസ്സഹകരണ സമരത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. അപ്പം PSC ചോദിക്കാം, നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമല്ലാത്തത് ഏതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കുറെ തന്നിട്ട് തരാതെ ചോദിക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് തന്നിട്ട് നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി നടന്നത് എന്തൊക്കെ എന്ന് പറഞ്ഞ് ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ട് ബോയ്ക്കോട്ടിന്റെ ഭാഗമായിട്ട് ഈ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് കൂടാതെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമുകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും അത് വ്യാപിപ്പിക്കുകയും ചെയ്യുക, ഖാദി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, അത് പ്രചരിപ്പിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ചർക്കയിൽ നൂൽ നൂറ്റുക, അതോടൊപ്പം തന്നെ ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, ഹിന്ദി പ്രചരിപ്പിക്കുക, അതോടൊപ്പം അൺടച്ചബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ അന്ന് നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇത് നമ്മൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകണം. അപ്പൊ മറക്കണ്ട, നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ട് വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിച്ചു, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിച്ചു, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ കൊടുത്തു, നികുതി നൽകാതെ ഇരുന്നു, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചു. ഇനി അടുത്തിലേക്ക് പോവാണ്. അടുത്ത് നമ്മൾ കേരള ചരിത്രത്തിലേക്ക് കയറാണ്. കുറിച്യർ കലാപം 1812 നമുക്കറിയാം. നമ്മുടെ പഴശ്ശി കലാപത്തിന് ശേഷം വയനാട്ടിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട വിപ്ലവമാണ് കുറിച്യർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിരിവർഗ ഗോത്രവർഗ കലാപമാണ് കുറിച്യർ കലാപം എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെ നടന്ന ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യർ കലാപം. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമാണ് ഈ കലാപം നടത്തിയത്. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമനമ്പിയുടെ നേതൃത്വത്തിലാണ്. അപ്പൊ അതിന്റെ നേതാവ് ആരാണ്? രാമനമ്പിയുടെ നേതൃത്വത്തിലാണ് കുറിച്യ കലാപം നടക്കുന്നത്. ഇതിന് നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് 3 കാരണങ്ങൾ പറയാം. ഒന്ന്, ബ്രിട്ടീഷുകാര് അധിക നികുതി ചുമത്തി. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്നതാണ്. അപ്പോൾ നമ്മൾ കാരണങ്ങളിലേക്കൊന്ന് ആഴ്ന്നിറങ്ങുമ്പോൾ ഒന്നാമത്തെ കാരണം ബ്രിട്ടീഷുകാര് അധിക നികുതി ചുമത്തിയത്. രണ്ടാമത്തെ കാര്യം എന്താ? ഈ നികുതി ഉണ്ടല്ലോ അത് പണമായി തന്നെ അടയ്ക്കാൻ നിർബന്ധിച്ചു. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാരണം, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതാണ് ഈ 3 കാരണങ്ങളാണ് പ്രധാനമായിട്ടും കുറിച്യർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. നികുതി സമ്പ്രദായം തന്നെ, ആ നികുതിയുടെ ഭാഗമായിട്ട് അവർ നികുതി ചുമത്തി, നികുതി പണമായി കൊടുക്കണമെന്ന് പറഞ്ഞു, പണം കൊടുക്കാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. ഇതാണ് കുറിച്യർ കലാപത്തിന്റെ കാരണം. ഇനി വളരെ വലിയ സംഘടനമാണ് നടന്നത്. ആദ്യമൊന്നും ഈ കുറിച്യരുടെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചത് പോലുമില്ല. കാരണം കാട്ടിനകത്തേക്ക് ബ്രിട്ടീഷുകാർ കയറി കഴിഞ്ഞാൽ നേരെ അമ്പ് നെഞ്ചത്ത് തുളച്ചു കയറും. അമ്മാതിരി ഫൈറ്റാണ് നമ്മുടെ കുറിച്യരും കുറുമ്പരും നടത്തിയത്. അങ്ങനെ അന്നത്തെ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന TH ബാബർ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. എന്തെന്നറിയോ? 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് TH ബാബർ അഭിപ്രായപ്പെടുന്നുണ്ട്. വേണേ PSC ചോദിക്കാം, 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് TH ബാബർ അഭിപ്രായപ്പെട്ടത് ഏത് കലാപത്തെക്കുറിച്ച്, ഏത് സംഭവത്തെക്കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? കുറിച്യർ കലാപമാണ്. ഓക്കെയാണ്. ഇനി കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം എന്താ? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു മുദ്രാവാക്യം.
ഇനി 1812 മെയ് 8 കുറിച്യർ കലാപം അടിച്ചമർത്തുന്നു. അന്ന് പ്ലാക്കച്ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയാണ്. നമ്മൾ രാമനമ്പിയെ പറഞ്ഞു, പ്രധാന നേതാവ് ആര് തന്നെ? രാമനമ്പി തന്നെ. പക്ഷെ അതിന് കൂടുതൽ ആരൊക്കെ ഉണ്ടായിരുന്നു? പ്ലാക്കച്ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, ഇവർ പ്രധാനപ്പെട്ട മറ്റു നേതാക്കന്മാരാണ്. അപ്പൊ ഇവരൊക്കെ അന്ന് ഇതിൽ തന്നെ മരണപ്പെടുകയാണ്, ഏറ്റുമുട്ടലിൽ തന്നെ മരണപ്പെടുകയാണ്. എന്നാൽ മറ്റൊരു നേതാവിനെ പിടിക്കപ്പെടുന്നുണ്ട്, അതാണ് വെൻ കലോൻ കേളു. ഈ വെൻ കലോൻ കേളുവിനെ പിടിക്കുകയും പ്രമുഖ നേതാവായ അദ്ദേഹത്തെ പിടിക്കുകയും അദ്ദേഹത്തെ പിന്നീട് തൂക്കിലേറ്റുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ കുറിച്യർ കലാപത്തിന്റെ ഭാഗമായി തൂക്കിലേറ്റപ്പെട്ട നേതാവ് ആരെന്ന് ചോദിച്ചാൽ വെൻ കലോൻ കേളുവാണ്. ഓക്കെ ആണ് കൂട്ടുകാരെ. ഇനി കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ് എന്നൊരു അഡീഷണൽ പോയിന്റ് കൂടി ഓർത്തിരുന്നു. അപ്പൊ കുറിച്യർ കലാപത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഇത് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ച് കാണാമല്ലോ, ബാക്കിലേക്ക് അടിച്ച് കാണാമല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം, മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോവാം. മൂന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആനി ബെസന്റിനെ കുറിച്ചാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിതയാണ് ആനി ബെസന്റ്. 1847 ലണ്ടനിലാണ് ആനി ബെസന്റ് ജനിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലേക്ക് വരുന്നത് 1893 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നേതാവ് കൂടിയാണ് ആനി ബെസന്റ്. തിയോസഫിക്കൽ സൊസൈറ്റി 1875 സ്ഥാപിച്ചത് ആനി ബെസന്റ് അല്ല, അത് മാഡം ബ്ലാവത്സ്കിയും അതുപോലെ കേണൽ ഓർക്കോട്ടോട് ചേർന്നിട്ടാണ് ഈ പറഞ്ഞ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിക്കുന്നത്. അതിൽ അംഗമാകുന്നത് 1889 ആനി ബെസന്റ് അംഗമാകുന്നത്. അംഗമായെന്ന് മാത്രമല്ല, അടയാറിൽ, മദ്രാസിലെ അടയാറിൽ ഇതിന്റെ നേതാവ് ആര് കൂടിയായിരുന്നു? ആനി ബെസന്റ് കൂടിയായിരുന്നു. ഓക്കെയാണ്. ഇനി അതേപോലെ തന്നെ ഹോം റൂൾ പ്രസ്ഥാനം 1916 മദ്രാസിലെ അടയാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തതും ആര് തന്നെയാണ്? ആനി ബെസന്റ് തന്നെയാണ്. ഓക്കെയാണ്. ഇനി അവരുടെ പ്രസിദ്ധീകരണങ്ങൾ, ഒന്ന് ന്യൂ ഇന്ത്യ, അതുപോലെ കോമൺവെൽത്ത്, ഇതൊക്കെ ആനി ബെസന്റിന്റെ പ്രസിദ്ധീകരണങ്ങളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിതയാണ് നമ്മുടെ ആനി ബെസന്റ്. അത് കൊൽക്കത്ത സമ്മേളനമാണ് നടന്നത് 1917. അതോടൊപ്പം തന്നെ ഇന്ത്യൻ വിമൻസ് അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റും ആര് തന്നെ? ആനി ബെസന്റ് തന്നെയാണ്. ഇത് കൂടാതെ ഒരു കാര്യം കൂടിയുണ്ട്, ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും ആര് തന്നെ? ആനി ബെസന്റ് തന്നെ. അപ്പൊ ആനി ബെസന്റ് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആനി ബെസന്റ് മാത്രമല്ല, ഭഗവത് എന്ന് പറയുന്ന മറ്റൊരാൾ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പൂർണ്ണ പേര് മറന്നുപോയി. അപ്പം ആനി ബെസന്റും ബാക്കി പേരിട്ടുണ്ട്, അദ്ദേഹത്തോടെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഓക്കെയാണ്. ഇനി അടുത്തിലേക്ക് പോവാം. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒന്ന് കയറാം. ചരിത്രം കഴിഞ്ഞു. ഭരണഘടന നിർമ്മാണ സഭയിലെ 15 സ്ത്രീകൾ. ഭരണഘടന നിർമ്മാണ സഭയിലെ 15 സ്ത്രീകൾ. ഇത് കേൾക്കുമ്പോൾ PSC കുറെ നാളായി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് സാറേ 17 അല്ലേ എന്നൊരു ചോദ്യം വരും. ഭരണഘടന നിർമ്മാണ സഭ നിലവിൽ വരുമ്പോൾ 17 സ്ത്രീകൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇന്ത്യ വിഭജന ശേഷം 17 ഇല്ല, 15 സ്ത്രീകളായി അത് ചുരുങ്ങി. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്തൊക്കെ ഭരണഘടന നിർമ്മാണ സഭയിലെ 15 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഈ 15 സ്ത്രീകളിൽ 3 പേര് മലയാളികളാണ്. അതാരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രിൻ. ഇവര് 3 പേരുമാണ് ഭരണഘടന നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രിൻ, ഇവര് 3 പേരുമാണ് ഭരണഘടന നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ. ഇനി ഇവര് 3 പേരും മദ്രാസി പ്രൊവിൻസ്, അതായത് മദ്രാസ് പ്രൊവിൻസിൽ നിന്നാണ് ഇവര് 3 പേരും നിർമ്മാണ സഭയിലേക്ക് പോകുന്നത്. ഇവരെ കൂടാതെ മദ്രാസിൽ നിന്നും ഒരു വനിത കൂടിയുണ്ട്, അതാണ് ദുർഗാഭായ് ദേശ്മുഖ്. അപ്പൊ മൊത്തം അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ദുർഗാഭായ് ദേശ്മുഖ്, ആനി മസ്ക്രിൻ, ഇവര് 4 പേരുമാണ് മദ്രാസ് പ്രോവിൻസിൽ നിന്നും ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് പോയ വനിതകൾ എന്ന് പറയുന്നത്. ഇനി ബാക്കി ആരൊക്കെയാ? സരോജിനി നായിഡു. എവിടെ നിന്നാണ്? ബീഹാറിൽ നിന്നും സരോജിനി നായിഡു പോയി. പഞ്ചാബിൽ നിന്നും രാജ്കുമാർ അമൃത് കൗർ പഞ്ചാബിൽ നിന്നും ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് പോയി. സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, പൂർണിമ ബാനർജി, കമല ചൗധരി, ബീഗം ഐസാസ് റസൽ, ഇവരെല്ലാം ഉത്തർപ്രദേശിൽ നിന്നും ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് എത്തി. സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, പൂർണിമ ബാനർജി, അതുപോലെ കമല ചൗധരി, ബീഗം ഐസാസ് റസൽ, ഇവർ ഉത്തർപ്രദേശിൽ നിന്നാണ് ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് വരുന്നത്. ഇനി ബോംബെയിൽ നിന്നും ആര്? ഹസിന ജിവ്രാജ് മേത്ത ബോംബെയിൽ നിന്നും ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് എത്തുന്നു. ഒറീസയിൽ നിന്നും മാലതി ചൗധരി, ബംഗാളിൽ നിന്നും രേണുക റോയ്, അതുപോലെ ലീലാനാഗ്, രേണുക റോയ്, ഇവര് ബംഗാളിൽ നിന്നും ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് വരികയാണ്. അപ്പൊ ഇങ്ങനെ 15 സ്ത്രീകൾ ഭരണഘടന നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. ആ 15 പേരെ നമ്മൾ പഠിച്ചു. അപ്പൊ PSCക്ക് ചോദിക്കാം, എന്താ ഭരണഘടന നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്ത സ്ത്രീകൾ അല്ലെങ്കിൽ ഉൾപ്പെട്ട സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളോട് ചോദിക്കാം. ഇനി അടുത്തേക്ക് പോവാണ്.
അടുത്ത് നമ്മൾ മൗലികാവകാശങ്ങളിലേക്ക് ഒന്ന് കയറുകയാണ്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാമത്തെ ഭാഗത്തിൽ, എത്രാമത്തെ പാർട്ടിലാണ്? 3-ാമത്തെ പാർട്ടിൽ ആർട്ടിക്കിൾ അനുച്ഛേദം 12 മുതൽ 35 വരെ പ്രതിപാദിക്കുന്നത് മൗലികാവകാശങ്ങളെ കുറിച്ചാണ് അല്ലെ. എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6 മൗലികാവകാശങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. 7-ാമത്തെ എന്തായിരുന്നു? സ്വത്തവകാശമായിരുന്നു അല്ലെ. സ്വത്തവകാശമായിരുന്നു, റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിരുന്നു. ഇത് 1978 ഭരണഘടനാ ഭേദഗതിയിലൂടെ, 1978 ഭരണഘടനാ ഭേദഗതി, എത്രാം ഭേദഗതിയാ? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം ഒരു നിയമാവകാശമായി മാറി. അത് മൗലികാവകാശം അല്ലാതായി മാറി. ഒരു കാര്യം ശ്രദ്ധിക്കുക, 1978 44-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ ആ 78 നിലവിൽ വരുന്നത് 79-ലാണ് കേട്ടോ. 78 ഭേദഗതി നിലവിൽ വരുന്നത് 79-ലാണ്. ആ 1978 ഭരണഘടനാ ഭേദഗതിയിലൂടെ, 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി മാറി. നിലവിൽ 6 മൗലികാവകാശങ്ങളുണ്ട്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം. അപ്പൊ ഇതിനെ ഓരോന്നിന്റെയും ആർട്ടിക്കിളോട് പഠിച്ചു വെക്കണ്ടേ? സമത്വത്തിനുള്ള അവകാശം എത്ര വരെയാ? 14 മുതൽ 18 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, എതിരായിട്ടുള്ള അവകാശം 23 മുതൽ 24 ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം 29, 30. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം 32, 35. അപ്പൊ ഇത് മറക്കരുത്. സമത്വത്തിനുള്ള അവകാശം 14, 18. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19, 22. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം 29, 30. ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം 32 മുതൽ 35 വരെ. ഓക്കെ ആണേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൗലിക കർത്തവ്യങ്ങളിലൂടെ പോവാം. നമ്മുടെ സ്കൂൾ പാഠപുസ്തകം ഏതെടുത്താലും അതിൽ എന്തുണ്ട്? മൗലിക കർത്തവ്യങ്ങളുണ്ട് അല്ലെ. ഒരു രാജ്യത്തെ ഒരു പൗരൻ, അവൻ ഈ രാജ്യത്തോട് കാണിക്കേണ്ട കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഈ മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. 1976 എന്നാണ് 1976 ഭരണഘടനാ ഭേദഗതിയിലൂടെ, എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാ? 42-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതാണ്. എങ്ങനെയാ കൂട്ടിച്ചേർത്തേ? 4A അല്ലെ. ഭരണഘടനയുടെ 4A 51A എന്ന് പറയുന്ന ആർട്ടിക്കിളിലേക്ക് മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തു. ഓക്കെ ആണേ. എന്തൊക്കെയാണ് നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾ? നമുക്ക് നോക്കിയാലോ. ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ദർശനങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യമുള്ളപ്പോൾ അത് അനുഷ്ഠിക്കുകയും ചെയ്യുക. മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹൃദവും പൊതുവായ സാഹോദര്യ മനോഭാവം പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. അടുത്തെന്താ? നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന് സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. വനങ്ങളുടെയും തടാകങ്ങളുടെയും നദികളുടെയും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയാവുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. അതായത് പരിസ്ഥിതി സംരക്ഷിക്കുക. അടുത്ത ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം നമ്മൾ എന്ത് ചെയ്യുക? വികസിപ്പിക്കുക. പൊതുസ്വത്ത് പരിരക്ഷിക്കുകയും ശബ്ദം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. രാഷ്ട്രയജ്ഞത്തിന്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നതലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. ലാസ്റ്റ് 11-ാമത്തെ, മൊത്തം എത്ര ഉണ്ട്? 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. 11-ാമത്തതാണ് 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള തന്റെ കുട്ടിക്കോ തന്റെ സംരക്ഷണത്തിലുള്ള കുട്ടികൾക്കോ അത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷാകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഏർപ്പെടുത്തുക. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സാധനം പുതുതായി കൂട്ടിച്ചേർത്താണ് 11-ാമത്തത്. 11 മൗലിക കർത്തവ്യങ്ങളാണ് നിലവിൽ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്. ഓക്കെയാണേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജോഗ്രഫിയിലോട്ട് കയറാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളും നദികളും നമുക്കറിയാം. ധാരാളം അണക്കെട്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 6 നമുക്ക് നോക്കാം.
സർദാർ സരോവർ അണക്കെട്ട്, സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് കേട്ടാലേ നമുക്കറിയാം എവിടെയാ, ഗുജറാത്തിലാണ് അല്ലെ. ഗുജറാത്തിൽ നല്ല നർമ്മത്തോടുകൂടി അല്ലെ, ചിരിച്ചുകൊണ്ട് ഒരാൾ നിപ്പുണ്ട്. ആരാ? സർദാർ സരോവർ, സർദാർ വല്ലഭായ് പട്ടേൽ നർമ്മത്തോടുകൂടി നിപ്പുണ്ട്. അപ്പോ സർദാർ സരോവർ അണക്കെട്ട് ഗുജറാത്തിലെ നർമ്മദാ നദിയിലാണ് അല്ലെ, നർമ്മദാ നദിയിലാണ്. ഇനി ബക്രാനങ്കൽ അണക്കെട്ട് ഹിമാചൽ പ്രദേശിലെ സത്ലജിലാണ്. സത്ലജ്, ഹിമാചല്, ബക്രാനങ്കൽ. സത്ലജ് ഹിമാചല്, ബക്രാനങ്കൽ. ഓക്കെ, ബക്രാനങ്കൽ, ഹിമാചല്, സത്ലജ്. ഓക്കെ, ഒരു പ്രാസമില്ലേ. അടുത്ത ഇന്ദിരാസാഗർ, ഇന്ദിരാഗാന്ധി, മധ്യപ്രദേശിലെ മധ്യപ്രദേശിലെ നർമ്മദാ നദിയിലാണ് ഇന്ദിരാസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഹിരാക്കുഡ്, ഒഡീഷ, മഹി. നമ്മുടെ മഹീന്ദ്ര സിംഗ് ഓടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹീന്ദ്ര സിംഗ്, മഹി എന്ന് പറയുന്നത് നമ്മൾ മഹാനദി അല്ലെ, മഹാനദി. അതുപോലെ ഹിരാക്കുഡ് ഓടും, ഒഡീഷ. അപ്പോ ഹിരാക്കുഡ് ഒഡീഷ സംസ്ഥാനത്താണ്, മഹാനദിയിലാണ്. ഇനി തെഹിരി അണക്കെട്ട് ഉത്തരാഖണ്ഡിലെ ഭഗീരഥിയിലാണ്. തെഹിരി ഭഗീരഥി ഉത്തരാഖണ്ഡ്. ഇനി അൽമാട്ടി കർണാടകയിലെ കൃഷ്ണാനദിയിലാണ് അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. അൽമാട്ടി കർണാടകയിലാണ്, കൃഷ്ണാനദിയിലെ അൽമാട്ടി കർണാടക. ഓക്കെയാണ് കൂട്ടുകാരെ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി നമ്മൾ സയൻസിലോട്ടൊന്ന് കയറുകയാണ്. നമ്മൾ സയൻസിൽ ഇപ്പൊ നോക്കാൻ പോകുന്നത് സിനാപ്സിനെ കുറിച്ചാണ്. അപ്പൊ സിനാപ്സിനെ കുറിച്ച് നമ്മുടെ പാഠപുസ്തകത്തിൽ ഇങ്ങനെ ഒരു ചിത്രമുണ്ട്, കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ. രണ്ട് നാഡീകോശങ്ങൾ അഥവാ ന്യൂറോൺ, രണ്ട് നാഡീകോശങ്ങൾ അഥവാ ന്യൂറോണുകൾ തമ്മിലോ, ഓക്കെ, ഒന്ന് നാഡീകോശവും പേശീകോശവുമായോ, രണ്ട് നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. വേറെ രീതി ചോദിക്കാം, എന്താ? രണ്ട് നാഡീകോശങ്ങൾക്കിടയിൽ എന്ന് ചോദിക്കാം. അതായത് രണ്ട് നാഡീകോശങ്ങൾ അഥവാ രണ്ട് ന്യൂറോണുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. അല്ലെങ്കിൽ നാഡീകോശവും പേശീകോശവുമായോ എന്ന് പറഞ്ഞാൽ ന്യൂറോണിനോ പേശീകോശത്തിനും ഇടയിൽ, അല്ലെങ്കിൽ നാഡീകോശവും ഗ്രന്ഥികോശവും ന്യൂറോണിനോ ഗ്രന്ഥികോശത്തിനും ഇടയിലോ സ്ഥിതി ചെയ്യുന്നു. എന്ത്? സിനാപ്സ്. ഓക്കെ, അപ്പൊ മൂന്ന് രീതി വരാം. അപ്പൊ സിനാപ്സ് എന്ന് പറയുന്നത്, സിനാപ്സ് എവിടെ കാണുന്നു? രണ്ട് നാഡീകോശങ്ങൾക്കിടയിൽ, രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണാം. നാഡീകോശവും പേശീകോശവുമായോ എന്ന് പറഞ്ഞാൽ നാഡീകോശത്തിനും പേശീകോശത്തിനും ഇടയിൽ കാണാം, ന്യൂറോണിനും പേശീകോശത്തിനും ഇടയിൽ കാണാം. നാഡീകോശവും ഗ്രന്ഥികോശവും അഥവാ നാഡീകോശത്തിനും ന്യൂറോണിനും ഗ്രന്ഥികോശത്തിനും ഇടയിൽ എന്ത് കാണുന്നു? സിനാപ്സ് കാണപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇടയ്ക്ക് കുറെ കൊടുത്തിട്ടുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. സിനാപ്സിന്റെ ധർമ്മം എന്താണെന്ന് നമുക്ക് നോക്കാം. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് സിനാപ്സുകളുടെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ സിനാപ്സ് രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണാം, പേശീകോശത്തിനും ന്യൂറോണുകൾക്കിടയിൽ കാണാം. അതുപോലെ തന്നെ ന്യൂറോണിനും ഗ്രന്ഥികോശത്തിനിടയിലും നമ്മുടെ കാണപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. സിനാപ്സിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് സിനാപ്സുകളുടെ ധർമ്മം എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് കുറെ കാര്യമുണ്ട്, ഞാൻ അതിലേക്ക് ഒന്നും പോയില്ല. സിനാപ്സ് എന്താണെന്നും അതിന്റെ ധർമ്മം എന്താണെന്നും മാത്രം ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്തതിലേക്ക് പോയാലോ. അടുത്തതിൽ നമ്മൾ പോകുന്നത് രോഗങ്ങളാണ്. നമുക്കറിയാം വൈറസ് രോഗങ്ങളുണ്ട്, ഫംഗസ് ഉണ്ട്, ബാക്ടീരിയ ഒക്കെ രോഗങ്ങളുണ്ട്. നമുക്കതിൽ വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. വൈറസ് രോഗങ്ങൾ കുറെയൊക്കെ നമുക്കറിയാലേ. നിപ വൈറസ്, നമ്മൾ നിപ ഒക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ പന്നിപ്പനി, പക്ഷിപ്പനി, ഇതെല്ലാം എന്താണ്? കോഴി. ഇതൊക്കെ കോഴിയിലേക്ക് വരുമ്പോൾ നമുക്ക് ചിക്കൻ പോക്സ് അല്ലെ, കോഴിനെ ഉദ്ദേശിച്ചത് ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ, ഇതെല്ലാം എന്താണ്? വൈറസ് രോഗങ്ങളാണ്. ഇത് കൂടാതെ ജലദോഷം, നമ്മൾക്ക് വരുന്ന ജലദോഷം, ഡെങ്കിപ്പനി, സാസ്, മീസൽസ്, മുണ്ടിനീര്, ഇൻഫ്ലുവൻസ, ഹെപ്പറ്റൈറ്റിസ്, എയ്ഡ്സ് വൈറസ് എന്നറിയാലോ, റാബിസ്, ഇതെല്ലാം എന്താണ്? വൈറസ് രോഗങ്ങളാണ് അല്ലെ. നമ്മുടെ നിത്യജീവിതമായിട്ട് കണക്ട് ചെയ്താൽ ഇത് കാണാമെന്നും പഠിക്കണം. നിത്യജീവിതമായിട്ട് കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് വൈറസ് രോഗങ്ങളെ പഠിക്കാം. ഇനി അതുമല്ല, സുജേഷ് പ്രകാശ് സാർ ഇതിനെ ബന്ധപ്പെട്ട് തന്നെ ഒരു കോഡ് തന്നെ നമ്മുടെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കിടപ്പുണ്ട്, രോഗങ്ങൾ ഓർത്തിരിക്കാനുള്ള ഒരു കോഡ് കിടപ്പുണ്ട്. അപ്പൊ അതിൽ സാർ ബാക്ടീരിയൽ രോഗങ്ങളും വൈറസ് രോഗങ്ങളും ഫംഗസ് രോഗങ്ങളൊക്കെ ഓർക്കാനുള്ള കോഡ് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അത് ഓർത്താൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നതാണ്. ഇനി അതല്ല, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇനി ബാക്ടീരിയ രോഗങ്ങൾ എന്തൊക്കെയാ? കുഷ്ഠം, നമുക്ക് ലെപ്രസി, കുഷ്ഠം ബാക്ടീരിയ രോഗമാണ് അല്ലെ. അതുപോലെ ടൈഫോയിഡ്, ട്യൂബർകുലോസിസ് അഥവാ ക്ഷയം, അതുപോലെ സിഫിലിസ്, ടെറ്റനസ്, ആന്ത്രാക്സ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, ഡിഫ്തീരിയ, ഗോണേറിയ, കോളറ, വില്ലൻ ചുമ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ബാക്ടീരിയൽ രോഗങ്ങളാണ്. അപ്പൊ നിങ്ങളോട് ബാക്ടീരിയൽ രോഗങ്ങളും വൈറസ് രോഗങ്ങളും ഒക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ടും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെയാണ്. നമുക്ക് അടുത്തിലേക്ക് പോവാം. അടുത്ത ചില അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രസ്ഥാനങ്ങളുടെ ആസ്ഥാനമാണ്. ഒന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം, ADB-യുടെ ആസ്ഥാനം ഫിലിപ്പീൻസിലെ മനിലയാണ്. ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായിട്ടുള്ള മനിലയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം. അതുപോലെ നാറ്റോയുടെ ആസ്ഥാനം
ബെൽജിയത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ബ്രസൽസ് ആണ്. നാറ്റോയുടെ ആസ്ഥാനം ബെൽജിയത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ബ്രസൽസ് ആണ്. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബെൽജിയത്തിലെ തന്നെ ബ്രസൽസ് ആണ്. രണ്ടിന്റെയും നാറ്റോയും യൂറോപ്യൻ യൂണിയനും ബ്രസൽസ് തന്നെയാണ്. അതുപോലെ ഗ്രീൻ പീസിന്റെ ആസ്ഥാനം നെതർലാൻഡിലെ ആംസ്റ്റർഡാം ആണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം. ഇന്റർപോളിന്റെ ആസ്ഥാനം നമ്മുടെ ഫ്രാൻസിലെ ലിയോൺ ആണ്. ഇന്റർപോളിന്റെ ആസ്ഥാനം ഫ്രാൻസിലെ ലിയോൺ ആണ്. ബ്രിക്സിന്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായി ആണ്. ആസിയാന്റെ ആസ്ഥാനം ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ്. അപ്പൊ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്. നാറ്റോ ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. യൂറോപ്യൻ യൂണിയനും ബ്രസൽസ് ആണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം ആണ്, അത് നെതർലാൻഡിലാണ്. ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺ ആണ്, അത് ഫ്രാൻസിലാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായി ആണ്. ആസിയാന്റെ ആസ്ഥാനം ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ്. ഓക്കെ ആണ്. അടുത്തിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ആ 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഈ 10 ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരിക്കും നമ്മുടെ ആപ്പിൽ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ചോദിക്കും. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ചോദ്യം ചോദിക്കും. അപ്പൊ ഇന്ത്യ വിൻസ് ഫ്രീഡം, ഇപ്പൊ ഈ 2024 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കറിയാം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? അബ്ദുൽ കലാം ആസാദ് ആണ്, അല്ലെ? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള അബ്ദുൽ കലാം ആസാദ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഇതറിയാം, ജേണൽ അറിയാം, അൽ ഹിലാൽ. എപ്പോഴും ചോദിക്കാറുണ്ട് അൽ ഹിലാൽ എന്ന ജേണൽ ആരുടേതാണ്? നമ്മുടെ അബ്ദുൽ കലാം ആസാദിന്റേതാണ്. അത് ഉറുദു ജേണലാണ് കേട്ടോ. ഇനി അടുത്തത്, അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? ബിപിൻ സാർ നന്നായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമച്ച ബർവ, അല്ലെ? നമച്ച ബർവയാണ് അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. നമച്ച ബർവ. അടുത്ത, കാശ്മീരി ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനമാണ് കരീവ അല്ലെങ്കിൽ കരേവ അല്ലെങ്കിൽ കരീവയാണ് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? നമുക്കറിയാം 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തില് കോഴിക്കോട് ജില്ലയിലെ കീഴരിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് നടന്നു? ബോംബ് വെച്ച് പൊട്ടിക്കാനായിട്ട് ബോംബ് കേസ് നടന്നു, അല്ലെ? ഒരു ഗൂഢാലോചന നടത്തി. ഒരു പാലം ബോംബ് വെച്ച് തകർക്കാനായിട്ട് ഒരു ഗൂഢാലോചന നടന്നു. അതിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ഡോക്ടർ KB മേനോൻ എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് കീഴരിയൂർ ബോംബ് കേസ് സംഭവം, അത് ഡോക്ടർ KB മേനോനാണ് അതിന്റെ മെയിൻ സൂത്രധാരൻ എന്ന് പറയുന്നത്. ഓക്കെയാണ് കൂട്ടുകാരെ. ഇനി അടുത്തിലേക്ക് പോയാലോ? അടുത്തത്, കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധ മയൂരിയാണ്. 2018 നവംബർ മാസം 13-ാം തീയതിയാണ് നമ്മുടെ സംസ്ഥാന ചിത്രശലഭമായി ബുദ്ധമയൂരിയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ബുദ്ധമയൂരിയായിട്ട് സംസ്ഥാന ചിത്രശലഭമായിട്ട് ബുദ്ധമയൂരി വരുന്നത് 2018 നവംബർ 13-നാണ്. ബുദ്ധമയൂരിയുടെ ശാസ്ത്രനാമം എന്താണ്? പാപ്പിലിയോ ബുദ്ധ എന്നാണ്. പാപ്പിലിയോ ബുദ്ധ എന്നാണ് ബുദ്ധമയൂരി എന്ന ചിത്രശലഭത്തിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. അടുത്തത്, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് കൂട്ട് കേട്ടോ. അതുപോലെ തന്നെ ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം, ഒന്നും സംശയം വേണം, നമ്മുടെ കേരളം തന്നെ. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം നമുക്കറിയാം, നമ്മുടെ കുടുംബശ്രീയുടെ കുടുംബശ്രീ പദ്ധതിയാണ്. കുടുംബശ്രീയുടെ സഹായത്തിലൂടെയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യമായിട്ട് തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യമായിട്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. ലഞ്ച് ബില്ല് കേരളത്തിലാണ് ആദ്യമായി തിരുവനന്തപുരം ജില്ലയിലാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. നമ്മുടെ കുടുംബശ്രീയുടെ സഹായത്തോടുകൂടിയാണ്. അത് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം സംശയം വേണ്ട, കൊല്ലം ജില്ലയിലെ നീണ്ടകര തന്നെയാണ്. കൊല്ലം ജില്ലയിലെ നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. ഓക്കെ. അടുത്തത്, ഗുർ, കണ്ടസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് വ്യവസായമാണ്? പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ? കണ്ടസാരി പഞ്ചസാര. ഓക്കെ. ഗുർ നമ്മുടെ ശർക്കര, ഗുർ, ഖണ്ഡസാരി ഇതെല്ലാം പഞ്ചസാര വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത, ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഇതില് മധ്യപ്രദേശാണ്. 2ാം സ്ഥാനത്ത് കർണാടക ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഇതില് മധ്യപ്രദേശാണ്, 2ാമത് കർണാടക ഉണ്ട്, 3ാമത് മഹാരാഷ്ട്ര ഉണ്ട്. അപ്പൊ മധ്യപ്രദേശാണ് 1ാം സ്ഥാനത്തുള്ളത്. ഓക്കെ. യെസ്. ഓക്കെ. അപ്പൊ തെറ്റിപ്പോണ്ട, ഉത്തരം എന്താണ്? മധ്യപ്രദേശാണ്. മാംഗനീസിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. അടുത്തത് നമുക്ക് 2025 പ്രധാനപ്പെട്ട 10 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളോട് നോക്കാം. 2025 അണ്ടർ 19 വനിതാ T20 ലോകകപ്പിന്റെ കിരീട ജേതാക്കൾ ആരാണ്? നമ്മുടെ ഇന്ത്യയാണ് മക്കളെ വിജയിച്ചത്. ഇന്ത്യ ആരെ പരാജയപ്പെടുത്തി? ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. 2025 അണ്ടർ 19 വനിതാ T20 കിരീടം നടന്ന അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെയാണ്? അത് മലേഷ്യയിലാണ്. മലേഷ്യ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ജേതാക്കളായി, ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത്. ഇനി അടുത്തത്, പൊതുസേവനങ്ങൾക്കായി മനമിത്ര വാട്സപ്പ് ചാറ്റ്ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അടുത്ത, റംസാർ കൺവെൻഷന് കീഴിലുള്ള അംഗീകൃത തണ്ണീർത്തട നഗരങ്ങളുടെ ആഗോള പട്ടികയിൽ ഇടം നേടിയ
ആദ്യത്തെ 2 ഇന്ത്യൻ നഗരങ്ങൾ ഏതൊക്കെയാ? ഇൻഡോറും ഉദയ്പൂറുമാണ്. ഇൻഡോർ ആൻഡ് ഉദയ്പൂർ ആണ്. അടുത്ത 2025 അന്തരിച്ച മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന വ്യക്തി ആരാണ്? നവീൻ ചൗളയാണ്. 2009, 2010 കാലയളവില് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു നവീൻ ചൗള. ഓക്കെ, 2025 ജനുവരിയിലാണ് 2025 നവീൻ ചൗള അന്തരിക്കുന്നത്. ഓക്കെ, അടുത്ത 25ാമത്തെ ചോദ്യം. കേരള കാർഷിക സർവകലാശാലയുടെ ഓണററി പ്രൊഫസറായി 2025 നിയമിതനായ വയനാടിന്റെ പൈതൃക ജൈവ നെൽവിത്ത് സംരക്ഷകൻ ആരാണ്? ചെറുവയൽ രാമനാണ്. അടുത്ത മഖാന ഉൽപാദനം, അവയുടെ സംസ്കരണം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം എവിടെയാണെന്നറിയോ? ബീഹാറിലാണ്. നിങ്ങൾ ചോദിക്കും എന്താണ് ഈ മഖാന എന്ന് ചോദിക്കും. മഖാന എന്ന് പറഞ്ഞാല് ബീഹാർ, ചൈന, നേപ്പാൾ എന്നിവിടങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന താമരയുടെ വിത്തിനമാണ്. ഒരുതരം താമര ഉണ്ടല്ലോ, താമരയുടെ വിത്തിനമാണ് മഖാന എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഒരു മഖാന ബോർഡ് നമ്മുടെ ബീഹാറിലെ നിലവിൽ വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഈ സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് ഈ മഖാനയാണ് കേട്ടോ. അപ്പൊ ഇനി 2025 ഫെബ്രുവരിയിലെ H3 റോക്കറ്റിൽ നാവിഗേഷൻ ഉപഗ്രഹമായ മിഷിബിക്കി 6 വിജയകരമായി വിക്ഷേപിച്ച രാജ്യമാണ് ജപ്പാൻ കേട്ടോ. അപ്പൊ ജപ്പാനാണ് മിഷിബിക്കി 6 വിജയകരമായിട്ട് H3 റോക്കറ്റിൽ വിക്ഷേപിച്ചത്. ഓക്കെ ആണ്. ഇനി അടുത്തത്, മൗറീഷ്യസിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യൻ നേവിയുടെ കപ്പലാണ് INS സർവേക്ഷക്. അടുത്ത, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയോം 4 ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ISROയും അതുപോലെ നാസയും അതുപോലെ ആക്സിയോ എന്ന് പറയുന്ന പ്രൈവറ്റ് ഇതുകൂടെ ചേർന്നിട്ട് നടത്തുന്ന അല്ലെങ്കിൽ വിക്ഷേപിക്കുന്നത് ഇതാണ് ആക്സിയോം 4 ദൗത്യം. അപ്പൊ അതിലാണ് ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ നാസയുടെ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ വംശജീയമായിട്ടുള്ള വനിതയാരാണ്? സുനിത വില്യംസ് ആണ്. നമുക്കറിയാം, പോയിട്ട് കുറെ നാളായി, തിരിച്ചിതുവരെ വന്നിട്ടില്ല. അപ്പൊ അവിടെ എന്തെങ്കിലും ബോറടിച്ചിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അവിടെ നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു റെക്കോർഡ് കിട്ടു. അപ്പൊ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് ആര് കൊണ്ടുപോയി? സുനിത വില്യംസ് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ 30 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 30 ചോദ്യങ്ങൾ ഇനി നിങ്ങൾ ചെയ്യണത് പഠിച്ചു കഴിഞ്ഞു. ഇനി പരീക്ഷ എഴുതുകയാണ്. വീഡിയോ താഴെ ലിങ്ക് ഉണ്ട്, എക്സാം ലിങ്ക് ഉണ്ട്. ആ എക്സാം എഴുതുക. 5 മിനിറ്റേ ടൈം ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് അത് നന്നായിട്ട് പഠിച്ചിട്ട് അങ്ങോട്ട് പോവുക. പരീക്ഷ എഴുതുക. 30 മേടിച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ചലഞ്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക. അടുത്ത ആഴ്ചയിൽ നമുക്ക് വരണം. നിങ്ങളുടെ കൂടി വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോഴാണ് നമുക്കും പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കമന്റ് ഇടാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ 30 ചോദ്യം ശരിയാക്കിയതും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ അടുത്ത ചലഞ്ചുമായിട്ട് വീണ്ടും വരാം.